ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലയാള പത്രമാധ്യമങ്ങളും പോർട്ടലുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ എൻ്റെതായ അനുമാനം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒരു പ്രൊട്ടസ്റ്റ് അവിടുത്തെ സർക്കാരിനെതിരെ അഥവാ ഇറാൻ സർക്കാരിനെതിരെ പെഷസ്കിയാനെതിരെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രണ്ട് രാജ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഇസ്രായേലും മറ്റൊന്ന് അമേരിക്കയും ആയിരിക്കും എന്ന് നമുക്കങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ പലരും വന്നിട്ട് കമൻ്റ് ഇട്ടായിരുന്നു. അതൊന്നും അല്ല, മറിച്ച് ഇത് ഒരുപാട് കാലത്തെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് അവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊട്ടസ്റ്റാണ്. അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തലക്കോ വെച്ചു കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ ഇതാ കേരളത്തിലെ പല മാധ്യമങ്ങളും പറഞ്ഞു തുടങ്ങി ഇത് ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടെ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഇന്ന് വരെ കാണാത്ത രൂപത്തിൽ ക്രൗഡായിട്ടുള്ള ജനങ്ങൾ ഓരോ ചത്തുരത്തിലേക്കും ഇറങ്ങിക്കൊണ്ട് പെഷസ്കിയാൻ്റെയും അതുപോലെ തന്നെ അബ്ബാസ് അരാജ്കി എന്നൊക്കെ പറയുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും അങ്ങനെ അവരുടെ ഭരണം താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് എന്ന്. ആ സമയം നമ്മളൊന്ന് ആലോചിക്കുക, എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ചെയ്യില്ല എന്ന വസ്തുതയാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യം അവിടുത്തെ ഭരണകൂടം തകർത്ത് തരിപ്പണമാക്കുക എന്നതാണ് ഫസ്റ്റ് ഇവരുടെയൊക്കെ അജണ്ട, അഥവാ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അജണ്ട. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രക്ഷോഭം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും ഇത് അമേരിക്കയുടെ പിന്തുണയാണ്, ഇസ്രായേലിൻ്റെ പിന്തുണയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ടതില്ല. പക്ഷേ നമ്മുടെ കമൻറ്റിൽ അധികം ആളുകളും 20,000-ഓളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അധികം ആളുകളും നമ്മുടെ ഈ സംസാരത്തെ മോശപ്പെടുത്തിയിട്ട് സംസാരിച്ചു. അങ്ങനെയൊന്നും അവിടെ ഇടപെടാൻ കഴിയില്ല. മൊസാദ് ഇപ്പം എല്ലാ അർത്ഥത്തിലും അവിടെ നിന്ന് പിൻവാങ്ങി. പക്ഷെ മൊസാദ് പിൻവാങ്ങിയാലും അതിൻ്റെ ഒരു നിഴൽ അവിടെ ഉണ്ടാകും എന്നുള്ളത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം എല്ലാവിടെയും ഡിവൈഡ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ആ പേരിന് പോലും നമ്മൾ പഴി കേൾക്കേണ്ടി വന്നു. ഡിവൈഡ് ആൻഡ് റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പോലും നടപ്പിലാക്കിയത് പാശ്ചാത്യനാണ്. പിന്നെ ഒരാളുടെ പേരിലൊക്കെ പറഞ്ഞ് ചാപ്പ കുത്തി കൊടുക്കുന്നതെല്ലാം കണ്ടു. പക്ഷെ ഞാൻ പറയുന്ന പ്രേക്ഷകരെ, നമ്മൾ ഒന്ന് ആലോചിക്കുക, ഈ ലോകത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അങ്ങേ അറ്റം ഒന്ന് മാന്തി എടുക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റും ഒരു അമേരിക്കയുടെ കൈ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൈ, അല്ല പാശ്ചാത്യ ലോകത്തെ ആളുകളുടെ കൈ. ഇത് വളരെ പെടുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് കൂടുതൽ നേരത്തെ വിവരങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയാനും കാരണം ഇപ്പം അത് എല്ലാവരും സാധൂകരിച്ചിരിക്കുന്നു. ഇനി അടുത്തതെന്താ സംഭവിക്കുക എന്ന് ചോദിക്കുമ്പം അവിടെയുള്ള പ്രൊട്ടസ്റ്റ് അടിച്ചമർത്തുക എന്നതേ ഇവർക്ക് മാർഗം ഉണ്ടാവുള്ളൂ. കാരണം സ്വന്തം പൗരന്മാരെ സ്വന്തം രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി ഒളിയമ്പകളും കുത്തുവാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ആയുധങ്ങൾ കൊടുത്തുകൊണ്ടും ഇവരെ പ്രോത്സാഹിപ്പിക്കുമ്പം അവിടുത്തെ രാജ്യഭരണം അത് നല്ല രീതിക്ക് അടിച്ചമർത്തും എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ എനിക്ക് വരുന്നത്. കാരണം ഇന്നലകളിൽ ഇല്ലാത്ത രൂപത്തിൽ ക്രൗഡായിട്ടുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അജണ്ട വേറെയാണെന്ന് ഇന്ന് ഇങ്ങകലിരിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ആ രാജ്യത്തെ ഭരണം കൈയാളുന്ന ആളുകൾക്ക് അത്ര കണ്ടും മനസ്സിലാകാതെ പോലല്ലോ. അതുകൊണ്ട് അമേരിക്ക എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അപകടത്തിലാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പാപ്പറാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ലോകത്തിൻ്റെ കരടുകളാണ്, വിഷങ്ങളാണെന്ന് പറയാൻ യാതൊരു മടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ അർത്ഥത്തിലും രണ്ട് രീതിക്ക് ഇടപെടുന്ന ഒരു ഈ രാജ്യമാണ്. ഒരു ഭാഗത്ത് പോയിട്ട് പറയും ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ്, മറ്റൊരു ഭാഗത്ത് വേണ്ട എല്ലാ സമാധാനവും നശിപ്പിക്കാൻ വേണ്ടി വിത്ത് പായി കൊടുക്കുകയും ചെയ്യും. ഇത് കാലങ്ങളായി ആ രാജ്യം കെട്ടിപ്പടുത്തതുമുള്ള ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചറിയാം, അതൊരു വഞ്ചനയിലൂടെ പിറവിയെടുത്ത രാജ്യമാണ്. 1947 അവിടെ വന്നിട്ട് ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ജൂതന്മാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കാൻ വേണ്ടി നാഷണൽ ഹോം എന്ന് പറയുന്ന സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവിടെ താമസിപ്പിച്ചു ഏതാനും ചില ആളുകളെ. വലിയ വിശാലമായ ചരിത്രമാണ്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ കൂടി അവിടെ വന്നു നോക്കുമ്പം ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയാതെ വന്നു എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറായില്ല. പകരം അവർ ചെയ്തത് അവിടെയുള്ള സാധുക്കളായ അറബികളെയൊക്കെ വീടും പറമ്പും ഒക്കെ അവരങ്ങ് സ്വന്തമാക്കി ആട്ടിപ്പായിക്കുകയും അല്ലാതെയും അവരെയൊക്കെ ഒഴിവാക്കി. അങ്ങനെ പാവപ്പെട്ട അറബികളൊക്കെ ഒഴിഞ്ഞു കൊടുത്തെടുത്താണ് ഇന്ന് അവർ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുന്നത്. ഒന്നറിയണം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ, 2025 ഒക്ടോബർ 7 മുമ്പേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അറിയണം. 2025 ഒക്ടോബർ 7 തുടങ്ങിയതല്ല, 2023 ഒക്ടോബർ 7 തുടങ്ങിയതല്ല ഈ ഒരു പ്രശ്നം. ഹമാസ് എന്ന് പറയുന്ന അവിടുത്തെ രാജ്യം ജനാധിപത്യപരമായി ഭരണത്തിലേക്ക് കയറിയ ആളുകളാണ് നമുക്ക് വേണ്ടി ഈ അറേബ്യൻ കൺട്രികളൊക്കെ
ഇവരൊക്കെ സഹായിക്കുമെന്ന് തോന്നൽ. പക്ഷേ അറേബ്യൻ കൺട്രികളൊന്നും സഹായിക്കില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2023 ഒക്ടോബർ 7 പെടുന്നനെ ഉണ്ടാകുന്നതല്ല, നിസ്സഹായ അവസ്ഥയിൽ അവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നോക്കി നിന്നാൽ നമുക്ക് ആരുണ്ടാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഇവിടെയും വാദിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്വന്തം മണ്ണിന് വേണ്ടി അധ്വാനിക്കുന്ന, പടപൊരുതുന്ന, പ്രതിരോധം സൃഷ്ടിക്കുന്ന ആളുകൾ ഒരു പക്ഷത്ത് തീവ്രവാദികളായി ചാപ്പകുത്തുന്നു. ഇത് ലോകം പണ്ടെങ്ങാനും അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന ആൾക്കും അറിയാം, ഇവരൊന്നും ഈ തീവ്രവാദികളല്ല, അവരുടെ രാജ്യത്തിന് വേണ്ടി അവരങ്ങനെ മല്ലിടുകയാണ്, ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്, പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. പക്ഷേ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് ടാങ്കറിലും വലിയ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പിഞ്ചു കുട്ടിയുടെ നെഞ്ചത്ത് പോലും വലിയ വെടിയുണ്ടകൾ തറപ്പിക്കുമ്പോൾ പോലും അവർ തീവ്രവാദികളാകുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു മനഃശാസ്ത്രമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നും ഇറാന് എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന, ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരു റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഉൾപ്രേരകമാകുന്നത്, മോട്ടിവേഷൻ കൊടുക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. ഈ ഇസ്രായേലും അമേരിക്കയുടെയും ചരിത്രം എടുത്തു നോക്കിയാൽ പറയാൻ പറ്റും, ലോകോത്തര കുറ്റവാളികൾ അവർ തന്നെയായിരിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഇവരുടെ കൈകൊണ്ടാണ്. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായതും ഇവരിനാൽ തന്നെയാണ്. അഥവാ ഈ പാശ്ചാത്യർ വഹിക്കുന്ന ഏത് മേഖലയാണോ അവരുടെ മതങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കേണ്ടത്, പകരം അവരുടെ നയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവരാഗ്രഹിക്കുന്ന രൂപത്തിലൊരു രാജ്യത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ രാജ്യത്തെ തകർത്ത് സ്വന്തമാക്കുക എന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ ആയത്തുള്ള ഖമേനി അടക്കം എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ നിലനിൽപ്പിൻ്റെ ആവശ്യം ഇപ്പോൾ ആ ഭരണകൂടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതെങ്ങാനും തകിടം മറിഞ്ഞ് താഴേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ഇനിയുള്ള ലോകം ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈകളിലേക്ക് അമരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിനൊക്കെ പിന്നണി പ്രവർത്തകരായിട്ട് ഗൾഫ് കൺട്രീസും നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. അഥവാ ഈ ഒരു പ്രൊട്ടസ്റ്റിന് ഔദ്യോഗികമായിട്ടില്ലെങ്കിൽ പോലും അനൗദ്യോഗികമായിട്ട് തീരെ പേര് വരാത്ത രൂപത്തിൽ ഇവരുടെയൊക്കെ സഹായം എത്തുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എത്താം, കാരണം അങ്ങനെയാണല്ലോ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ. എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കത് അനുമാനിക്കാനേ കഴിയുള്ളൂ. എല്ലാ അനുമാനങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടില്ല, ആ വീഡിയോയിൽ പറഞ്ഞ വളരെ കറക്റ്റായിരുന്നു. ഇന്ന് വൈകിയാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിച്ചു കാര്യങ്ങൾ നടത്താൻ തുടങ്ങി. അന്ന് നിങ്ങളെ മാത്രം ഒരു കണ്ടെത്തലുകൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചവരോട് സ്നേഹത്തോടെ പറയട്ടെ, നമ്മൾ വാർത്തകൾ വായിക്കുക, ഇൻ്റർനാഷണൽ വാർത്തകൾ അറിയുക, ഇൻ്റർനാഷണൽ ലെവൽ മീഡിയകൾ കാണുക, 2-3 മീഡിയകൾ ഒന്നിച്ച് മനസ്സിലാക്കിയ അതിലൊരു സമ്മറൈസ് ചെയ്തിട്ട് നമുക്കൊരു ആശയം കിട്ടും. ആ ആശയമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനലിലൂടെ ഞാൻ ശ്രമിച്ചത്. ഏതായിരുന്നാലും പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള എല്ലാ ഭാഷയിലും നമുക്ക് കിട്ടുന്ന ഈ ഒരു വാർത്തയിൽ നിന്ന് സാരാംശമായിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ നമുക്ക് സംസാരിക്കാം. മറ്റൊരു പുതിയ വിശേഷമായി കാണുന്നവരെല്ലാവർക്കും നന്ദി.